Hello dear students. So CA Inter January 26 എക്സാംസിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല രീതിക്ക് നടക്കുന്നു വിചാരിക്കുന്നു. സോ അതിൻ്റെ ഒരു ആഡ് ഓൺ ആയിട്ട് നമ്മൾ RTPയുടെ ഡിസ്കഷൻ, എക്സാംസിലേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള RTPയുടെ ഡിസ്കഷനാണ് ഈ വീഡിയോ. ക്ലിയർ? സോ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യുവർ എക്സാംസ്. മെയിൻലി RTPയിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഇല്ലേ, നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനെ പറയല്ലേ അല്ലേ, കണക്ട് ചെയ്ത് ഫോർ എക്സാമ്പിൾ രജിസ്ട്രേഷനും എക്സാംഷനും കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ്, റിവേഴ്സ് ചാർജും ITC ചാപ്റ്റർക്കില്ലേ, അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള 1-2 നല്ല ക്വസ്റ്റ്യൻസ് ഈ RTPയിൽ ഉണ്ട്. സോ നമുക്ക് ദാറ്റ് വിൽ ഡിസ്കസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഫൈൻ. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1. നിങ്ങൾക്കറിയാലോ ക്വസ്റ്റ്യൻ നമ്പർ 1 എപ്പോഴും MCQ മോഡലായിരിക്കും, കേസ് സ്റ്റഡി ബേസ്ഡ് അല്ലേ. അപ്പോൾ ഇതിൽ പല സെക്ഷൻസിന് ചാപ്റ്റേഴ്സിന് കണക്ട് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഇല്ലേ, നിങ്ങൾ എക്സാമിനും ഇത് വായിച്ചുകൊണ്ടിരിക്കുമില്ലേ, ഇതുമായി റിലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഓർത്ത് വയ്ക്കുക. എല്ലാം റിലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോഴേ ഒന്നുകൂടെ കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആദ്യം വായിക്കുമ്പോൾ റിലവൻ്റ് ആയിട്ട് പോയിന്റില്ലേ ഇത് വായിച്ചു പോകും. ഹോസ്പിറ്റാലിറ്റി സെക്ടർ പറയുമ്പോൾ റിസോർട്ട്സ് ഹോട്ടൽസ് ഒക്കെയാണ് രാജസ്ഥാൻ. അപ്പോൾ റിസോർട്ട് ഹോട്ടൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഓർമ്മയുണ്ടോ, പ്ലേസ് ഓഫ് സപ്ലൈ 12 സബ്സെക്ഷൻ 3 പ്രകാരം ഇമ്മൂവ് പ്രോപ്പർട്ടി ആണെങ്കിൽ ആ ബിൽഡിംഗ് എവിടെയാണോ അതല്ലേ പ്ലേസ് സപ്ലൈ വരെ. ക്ലിയർ? ഫൈൻ. സോ പാരഡൈസ് ഹോട്ടൽ ഓപ്പറേഷൻസ് അല്ലേ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്തു, ടേൺ ഓവർ 1/6 ക്രോസ് ചെയ്തു എന്ന് പറയുമ്പോൾ ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ഫ്രം 1/6/25. ആപ്ലിക്കേഷൻ ഇസ് ഫൈൽഡ് ഓൺ 15/6. സോ ഇറ്റ് ഈസ് വിത്തിൻ 30 days. ഈ പ്രൊവിഷൻസ് ഒക്കെ ഓർമ്മയില്ലേ, 25 സബ്സെക്ഷൻ 1 പ്രകാരം 30 days ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ വാസ് ഗ്രാൻഡഡ് ഓൺ 1/7. റിവൈസ്ഡ് ഇൻവോയ്സ് ഇല്ലേ ഇഷ്യൂഡ് ഫ്രം 15/6 എന്ന് പറയുന്നുണ്ട്. ക്ലിയർ? ശരിക്കും പറഞ്ഞാൽ റിവൈസ്ഡ് ഇൻവോയ്സ് ഇല്ലേ എന്ന് ഇഷ്യൂ ചെയ്യാൻ പറ്റും, 1/6 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ലയബിൾ ഡേറ്റ് മുതലേ റിവൈസ്ഡ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ ഇൻറ്റീരിയർ വർക്കിന് വേണ്ടിയിട്ട് ഫ്രീ സർവീസസ് വർ റിസീവ്ഡ് ഫ്രം ജപ്പാൻ. സോ ഇമ്പോർട്ട് ഓഫ് സർവീസ് വിത്തൗട്ട് കൺസിഡറേഷൻ 7(1)(c) പ്രകാരം സപ്ലൈ ആവും. പക്ഷേ റിലേറ്റഡ് പേഴ്സൺ ആയിരിക്കണം. ഇൻ ദ കോഴ്സ് ഓഫ് ഫർദർനെസ് ഓഫ് ബിസിനസ് ആണല്ലോ, റിലേറ്റഡ് പേഴ്സൺ ആണോ നോക്കാം. ഫ്രം ദ പ്രൊപ്പറേറ്റർ ലെ ഹൂസ് പ്രൊപ്പറേറ്റർ ഇസ് എ സൺ ഓഫ് വൺ ഓഫ് ദ പാരഡൈസ് റിസോർട്ട്സിൻ്റെ പാർട്ട്ണറിൻ്റെ സണ്ണാണ്. സോ സർവീസ് ഇസ് പ്രൊവൈഡഡ് ഫ്രം സൺ എന്നുള്ള കാറ്റഗറിയില്ലേ, റിലേറ്റഡ് പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 7(1)(c) വിൽ ബി ആപ്ലിക്കബിൾ. ഓക്കെ, ഫൈൻ. GST registered person in Madhya Pradesh availed lodging accommodation service at the resort for. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഫസ്റ്റ് കേസിൽ നിന്ന് എന്ത് വന്നു, പ്ലേസ് ഓഫ് സപ്ലൈ വന്നു. മധ്യപ്രദേശത്തെ രജിസ്റ്റേർഡ് പേഴ്സൺ വന്നിട്ട് ഈ റിസോർട്ടിൽ താമസിച്ചു. പക്ഷേ നമുക്കറിയാലോ പ്ലേസ് ഓഫ് സപ്ലൈയുടെ പ്രൊവിഷൻ പ്രകാരം ഏത് മാത്രം നോക്കിയാൽ മതി, ലൊക്കേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 12 സബ്സെക്ഷൻ 3 എവിടെയാണോ ബിൽഡിംഗ് ഉള്ളത് രാജസ്ഥാൻ അല്ലേ, അതായിരിക്കും ഏത് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ഫൈൻ. അതേപോലെ ധരോഹർ ഗ്രൂപ്പിൻ്റെ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു ട്രൂപ്പ് വന്നിട്ട് ക്ലാസിക്കൽ മ്യൂസിക് കാര്യങ്ങളൊക്കെ പാടിയിട്ട് പോയി. നല്ല കാര്യം അല്ലേ. പെർഫോമൻസ് ആൻഡ് അഗ്രീഡ് പ്രൈസ് ഓഫ് 2.5 lakhs. ക്ലാസിക്കൽ മ്യൂസിക് സെക്കിൻ്റെ ആണെങ്കിൽ ലിമിറ്റ് ഇസ് എത്ര, 1.5 lakhs അല്ലേ. അതിൻ്റെ മുകളിലാണെങ്കിൽ ഇറ്റ് ഇസ് ഓൾവേസ് ടാക്സബിൾ, ഫുള്ളി ടാക്സബിൾ ആണ്. മാരേജ് ഫംഗ്ഷൻ വാസ് ഹോസ്റ്റഡ് അറ്റ് ദ പ്രൊമൈസസ് ഓൺ 1/6. പരിപാടി ഇവൻറ്റ് നടന്ന ദിവസം. ഇൻവോയ്സ് വാസ് ഇഷ്യൂഡ് ഓൺ 28/6 ആൻഡ് കൺസിഡറേഷൻ വാസ് ഓൺ 29/6. സോ മോസ്റ്റ്ലി ഡീൽസ് വിത്ത് എന്തായിരിക്കും, ടൈം ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈയുടെ പ്രൊവിഷൻ ഏതാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഇത് സെക്ഷൻ 13 സബ്സെക്ഷൻ 2 പ്രകാരം ഫോർവേഡ് ചാർജ് ആണെങ്കിൽ ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് വിത്തിൻ 30 days. സോ ഇൻവോയ്സ് ഓർ പേയ്മെൻറ്റ് വിച്ച് എവർ ഇസ് ഏർലിയർ. ക്ലിയർ? ഫൈൻ. അപ്പോൾ നമുക്ക് എൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. റിക്വയർമെൻറ്റ് ഓൾസോ ഇസ് എക്സ്പ്ലോറിംഗ് ടു ട്രാൻസ്ഫർ ദ ബിസിനസ് ആസ് എ ഗോയിങ് കൺസേൺ. പറഞ്ഞാൽ വേറെ ആൾക്ക് വിൽക്കാൻ തീരുമാനിച്ചുള്ളൂ. അപ്പോൾ ബിസിനസ് ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ എക്സംഷൻ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞാൽ കാണാം, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അതർ എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗോയിങ് കൺസേൺ ആയിട്ട് ഒരു ബിസിനസ് വേറെ ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് സപ്ലൈ, GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ആൻഡ് ലോജിക് എന്താ വെച്ചാൽ ആ എടുക്കുന്ന വ്യക്തിയില്ലേ, ബിസിനസ് എടുക്കുന്ന വ്യക്തി വീണ്ടും GST അടയ്ക്കുമല്ലോ. ട്രാൻസ്ഫർ ഓഫ് ബിസിനസ്സിൽ അയാൾ എന്തെങ്കിലും GST രജിസ്ട്രേഷൻ എടുക്കണം, അയാൾ എന്തായാലും ആ പ്രോഡക്റ്റ് മുകളിൽ GST അടയ്ക്കും. ഓക്കെ, ഫൈൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെദർ ഇഷ്യൂ ഓഫ് റിവൈസ്ഡ് ഇൻവോയ്സ് ഇസ് വാലിഡ് ആസ് പെർ ലോ എന്നല്ലേ. ശരിക്കും ഇവിടെ റിവൈസ്ഡ് ഇൻവോയ്സ് അല്ലേ, നോ വാലിഡ് അല്ല. എന്തുകൊണ്ടാണ്? 1/6 മുതൽ 1/7 വരെ റിവൈസ്ഡ് ഇൻവോയ്സ് കൊടുക്കാൻ പറ്റുക. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇഷ്യൂഡ് വിത്തിൻ 1 month. അത് കറക്റ്റാണ്. പക്ഷേ 15/6 മുതലല്ല കൊടുക്കേണ്ടത്, 1/6 മുതലല്ലേ ആണ് റിവൈസ് ഇൻവോയ്സ് കൊടുക്കേണ്ടി വരിക. ഓക്കെ. ഇനി ധരോഹർ ഗ്രൂപ്പിൻ്റെ കേസിൽ അവരുടെ കേസ് എന്തായിരിക്കും, ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, ഇറ്റ് എക്സീഡ്സ് 1.5 lakh rupees. ഉറപ്പല്ലേ? അടുത്തത് വിതർ എനി GST ലയബിലിറ്റി ഓൺ ഇന്റീരിയർ ഡിസൈനില്ലേ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലേ വരുമല്ലേ. സോ നോ, എസ്. കാരണം വെച്ചാൽ ഇവിടെ എന്താ റിലേറ്റഡ് പേഴ്സൺ ആയതുകൊണ്ട് A സെക്ഷൻ വരും. 7(1)(c) ഇല്ലേ, 7(1)(c). ക്ലിയർ? ഓക്കെ, ഫൈൻ. ഇനി ഫോർത്ത് കേസ്
ടൈം ഓഫ് സപ്ലൈയുടെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് ഇല്ലേ വിത്തിൻ 30 days ആയതുകൊണ്ട് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഓർ പേയ്മെന്റ് വിച്ച് അവർ ഇസ് ഏർലിയർ എടുക്കണം. ഓക്കെ അല്ലേ? യെസ്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് ഓർ ഇൻകറക്റ്റ് എന്നൊക്കെ രീതിക്കില്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ കേസ് സർവീസ് പ്രൊവൈഡർ അജയ് ഇസ് രജിസ്റ്റേർഡ് പേഴ്സൺ. പക്ഷേ എന്നാലും ഇമ്മൂ പ്രോപ്പർട്ടി ലൊക്കേഷൻ അത് രാജസ്ഥാൻ. അപ്പോൾ ഇത് കറക്റ്റാണ് സ്റ്റേറ്റ്മെന്റ്. ഏത് സെക്ഷൻ പ്രകാരം? 12 subsection 3 ഓഫ് IGST ആക്ട്. No GST is payable in case of transfer of business as a going concern. ഒരു ബിസിനസ് വേറെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ GST is applicable or not? Yes or no? Yes, applicable ആണ് അല്ലേ? ക്ലിയർ. സോ ഇവിടെ no GST is payable in case of transfer of business ആണെങ്കിൽ എക്സംഷൻ ഉള്ളതുകൊണ്ട് GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ബിസിനസ് ഗോയിങ് കൺസേൺ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ GST അടയ്ക്കേണ്ട ആവശ്യമില്ല. എക്സംഷൻ ഉണ്ട് 12%. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ ഏത് ആൻസർ വരിക? എ. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് പൃഥ്വിരാജ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആൾ എവിടെ നിന്നറിയില്ല, ചിലപ്പോൾ സൗത്ത് നിന്നായിരിക്കാം അല്ലേ? സോ പൃഥ്വിരാജ് ഇസ് രജിസ്റ്റേർഡ് ഇൻ മുംബൈ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഹി ഹാസ് ഫർണിഷ്ഡ് ഫോളോയിങ് ഇൻഫർമേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, കർണാട്ടിക് മ്യൂസിക് പെർഫോമൻസ് ഇസ് ഗിവൺ ബൈ പൃഥ്വിരാജ് ടു പ്രൊമോട്ട് എ ബ്രാൻഡ്. ഓക്കെ, സോ ബ്രാൻഡ് അംബാസഡർ ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് ഫുള്ളി ടാക്സബിൾ. അപ്പോൾ CGST ആൻഡ് SGST ഇസ് ആപ്ലിക്കബിൾ. 1.5 lakhs ലിമിറ്റ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ. ഉറപ്പല്ലേ? എക്സംഷൻ കനോട്ട് ബി ക്ലെയിംഡ്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ടേബിൾ 1 കോളത്തിൽ എഴുതണം. ക്ലിയർ? അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് കാൽക്കുലേഷൻ്റെ ക്വസ്റ്റൻ ആണ്. നല്ല ക്വസ്റ്റൻ ആണ്. ഔട്ട്ഡോർ കാറ്ററിംഗ് സർവീസസ് റിസീവ്ഡ് ഫോർ മാർക്കറ്റിംഗ് ആണെങ്കിൽ, ഔട്ട്ഡോർ കാറ്ററിംഗ് സർവീസ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആസ് പെർ 17 subsection 5 clause B പ്രകാരം ബ്ലോക്ക്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ITC കിട്ടില്ല. ITC cannot be claimed. അപ്പോൾ ടേബിൾ 2 ജസ്റ്റ് കാണിച്ചിട്ട് നില്ല് കാണിക്കണം. ITC cannot be claimed. അടുത്ത നോക്കൂ, ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് പ്രൊവൈഡ് ടു കോളേജ്. സ്കൂളിലാണെങ്കിൽ എന്ത് കിട്ടും? എക്സംഷൻ കിട്ടില്ലേ? ട്രാൻസ്പോർട്ടേഷൻ ടു കോളേജ് ഓർ അപ്രൂവ്ഡ് NCVT കോഴ്സ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അല്ലേ? അപ്പോൾ കോളേജ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കോളേജ് സ്വന്തമായി നടത്തുന്ന വെഹിക്കിൾ ആണെങ്കിൽ, അതായത് ബസ് ആണെങ്കിൽ എന്തായിരിക്കും? എക്സംഷൻ. ഇത് തേർഡ് പാർട്ടിയുടെ വണ്ടി ഹയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ. ക്ലിയർ? അപ്പോൾ ഇത് ടേബിൾ 1 ഔട്ട്പുട്ട് ടാക്സ് കാണിക്കണം. ഓക്കെ, അടുത്തത് ലീഗൽ സർവീസസ് റിസീവ്ഡ്. നമ്മൾ എപ്പോഴും പറയാറില്ലേ, എല്ലാ ക്ലാസ്സും പറയാറുണ്ട്, എന്തായാലും ഒരു ക്വസ്റ്റ്യനിൽ ലീഗൽ സർവീസ് സ്ഥിരം വരാറുണ്ട്, കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻ. സോ ലീഗൽ സർവീസ് റിസീവ്ഡ് ബൈ എ ബിസിനസ് എൻറ്റിറ്റി ആണെങ്കിൽ ഇറ്റ് ഇസ് ടാക്സബിൾ അണ്ടർ RCM. സോ ഇത് RCM അപ്ലിക്കബിൾ ആണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഏറ്റവും അവസാനം പ്രീവിയസ് ഇയർ ടേൺ ഓവർ ഇസ് 2.5 crores. സോ ടെൽ മീറ്റ് എക്സീഡ്സ് രജിസ്ട്രേഷൻ ലിമിറ്റ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് ടാക്സബിൾ അണ്ടർ റിവേഴ്സ് ചാർജിൽ. പൃഥ്വിരാജ് ഹാസ് ടു പേ GST അണ്ടർ റിവേഴ്സ് ചാർജ്. അപ്പോൾ ഈ റിവേഴ്സ് ചാർജിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എപ്പോഴും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. റിവേഴ്സ് ചാർജ് നിങ്ങൾ എപ്പോഴും ടേബിൾ 2 ITC എടുക്കാൻ പറ്റും. കാരണം 2 subclause 62 പ്രകാരം ഇൻപുട്ട് ടാക്സ് ഇൻക്ലൂഡ്സ് റിവേഴ്സ് ചാർജ്. അപ്പോൾ ITC എന്തായാലും ക്ലെയിം ചെയ്യാൻ പറ്റും ടേബിൾ 2. പക്ഷേ ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ത്രൂ ഏതാ? ക്യാഷ് ലെജർ. അപ്പോൾ ടേബിൾ 3 ശേഷം താഴത്തെ നോട്ടും കൂടെ എഴുതണം. ഈ അടയ്ക്കാനുള്ള പൈസ ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഓൾവേസ് ത്രൂ ഏതാ? ക്യാഷ് ലെജർ. പിന്നെ RCM ഇൻവോയ്സും കൂടി പ്രിപ്പയർ ചെയ്യേണ്ടി വരും ഇഫ് അഡ്വക്കേറ്റ് ഇസ് അൺരജിസ്റ്റേർഡ്. ഓർമ്മയില്ലേ? യെസ്. അപ്പോൾ ഇത് ടേബിൾ 2 ഇതിൻ്റെ ITC ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർത്തേക്ക്. സബ്ജക്ട് ടു കണ്ടീഷൻ ദാറ്റ് യു വിൽ പേ ത്രൂ ഏതാ? ഇലക്ട്രോണിക് ക്യാഷ് ലെജർ. അടുത്തത് ബിസിനസ് കറസ്പോണ്ടൻറ്റ് അർബൻ ഏരിയ. ഇറ്റ് ഈസ് ഓൾസോ ടാക്സബിൾ അണ്ടർ FCM അല്ലേ? കറസ്പോണ്ടൻറ്റ് ഏജന്റ് ടു കറസ്പോണ്ടൻ്റ് ആണെങ്കിൽ RCM വരും. പക്ഷേ കറസ്പോണ്ടൻറ്റ് ടു ബാങ്ക് ഇസ് ടാക്സബിൾ അണ്ടർ FCM. അതിൽ തന്നെ റൂറൽ ഉണ്ട്, അർബൻ ഉണ്ട്. റൂറൽ ആണെങ്കിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻ. അർബൻ വിൽ ബി ടാക്സബിൾ. ഓർമ്മയില്ലേ? യെസ്. അടുത്തത് ജനറൽ ഇൻഷുറൻസ് ടേക്കൺ ഫോർ എ കാർ സീറ്റിംഗ് കപ്പാസിറ്റി കിട്ടും. കാറിൻ്റെ വെഹിക്കിളിൻ്റെ ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. 17(5)AB അല്ലേ? ഇൻഷുറൻസ് ആൻഡ് റിപ്പയർ ഓഫ് കാർ ഒക്കെ ആണെങ്കിൽ AB പ്രകാരം ITC cannot be claimed. ഓക്കെ അല്ലേ? സോ ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് കാൽക്കുലേഷൻ്റെ ക്വസ്റ്റൻ ആണ്. സോ എൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് റെഫർ ചെയ്ത് വയ്ക്കാം. ക്ലിയർ? നൗ പ്ലേസ് ഓഫ് സപ്ലൈയുടെ ക്വസ്റ്റൻ വരുന്ന അടുത്തത് ഇൻഡിപെൻഡൻറ്റ് കേസസ് അല്ലേ? ലിസൺ. ഓക്കെ, നെക്സ്റ്റ് വിൽ ഡിസ്കസ് ക്വസ്റ്റ്യൻ നമ്പർ 7 ഡീൽസ് വിത്ത് പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഏതൊക്കെ സെക്ഷൻ വരിക? 10 or 12 ഓഫ് IGST ആക്ട് അല്ലേ വരും. ഗുഡ്സ് ആണെങ്കിൽ 10ഉം സർവീസ് ആണെങ്കിൽ 12ഉം ആണ് നിങ്ങൾക്ക് ഇന്ററിൽ പഠിക്കാനുള്ളത്. സോ മിസ്റ്റർ യു ഫ്രം മൗണ്ട് അബു രാജസ്ഥാൻ എന്ന സ്ഥലത്ത് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഓർഡർഡ് എ ലാപ്ടോപ്പ് ആസ് എ ഗിഫ്റ്റ് ഫോർ ഹിസ് ഫാദർ ഫ്രം ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് സിലു വെച്ചതും മുംബൈയിലുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ടു ബി ഡെലിവേർഡ് അറ്റ് ഹിസ് പാരൻസ് ഹൗസ് അല്ലേ? അപ്പോൾ ഡെലിവറി എവിടേക്കാണ്? അഹമ്മദാബാദ് ഗുജറാത്തിക്കാണ്. പക്ഷേ ഈ അഡ്രസ്സ് ഉള്ളതല്ലേ, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിലത്ത് അഡ്രസ്സ് ഉള്ളത് രാജസ്ഥാനത്ത് വെച്ചോളൂ.
അപ്പോൾ മുംബൈയിൽ നിന്ന് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് എവിടേക്കാണ്? ഗുജറാത്തിക്കാണ്. ഗുജറാത്തിക്കാണ് ഡെലിവറി ചെയ്യുന്നത്. ഫാദറിൻ്റെ വീട്ടിലേക്കാണ് കൊടുക്കുന്നത് വെച്ചോളൂ. പക്ഷേ ബില്ല് കൊടുക്കുന്നത് എവിടേക്കാണ്? രാജസ്ഥാനിക്കാണ്. അപ്പോൾ ഇങ്ങനെ കേസാണെങ്കിൽ ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. സർക്കുലർ പ്രകാരം എന്താ പറയുന്നത്? ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിൻ്റെ കേസാണെങ്കിൽ നിങ്ങൾ ഡെലിവറി അഡ്രസ്സാണ് പ്ലേസ് ഓഫ് സപ്ലൈ നോക്കേണ്ടത്. അതിന് ലോജിക് എന്തായിരിക്കും? ഫൈനൽ കൺസംഷൻ ഓഫ് ദ ഗുഡ്സ് ഇസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് പ്ലേസ് എന്നല്ലേ? അപ്പോൾ റവന്യൂ ഷുഡ് ഗോ ടു ദാറ്റ് ഗവൺമെന്റ് എന്നല്ലേ? സോ ആലോചിക്കൂ, ഇവിടെ ഗുജറാത്ത് അഹമ്മദാബാദിലാണ് കൺസംഷൻ ഓഫ് ദ ഗുഡ്സ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റവന്യൂ ഷുഡ് ഓൾസോ ഗോ ടു എന്തായിരിക്കും? ഗുജറാത്ത് അല്ലേ? സോ ഗുജറാത്തിക്കായിരിക്കും റവന്യൂ ബോർഡ്. സോ ടെൽ മീ IGST വിൽ ബി ചാർജ് ആൻഡ് റവന്യൂ വിൽ ഗോ ടു ഗുജറാത്ത് സ്റ്റേറ്റ്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ആലോചിക്കൂ, മിസ്റ്റർ ഒമാൻ എന്താ വിളിക്കാം അല്ലേ? ടൂറിസ്റ്റ് ഫ്രം ഓസ്ട്രേലിയ വിസിറ്റഡ് ഇന്ത്യ ഇൻ എ മന്ത് ഓഫ് സെപ്റ്റംബർ. ക്യാമറ എന്തോ റിപ്പയർ ഒക്കെ ഉണ്ടായിരുന്നു, അത് ചെയ്തു. വിസിറ്റഡ് മിസ്റ്റർ ആർ ഇസ് രജിസ്റ്റേർഡ് പേഴ്സൺ, സർവീസ് പ്രൊവൈഡ് ചെയ്തു റിപ്പയറിൻ്റെ, റിസൈഡിങ് ഇൻ മുംബൈ മഹാരാഷ്ട്ര, ടു ബി മെൻഷൻഡ് ഇൻലേ. അപ്പോൾ ബില്ലിൽ ഇന്ന വ്യക്തിയുടെ പേരില്ലേ മെൻഷൻ ചെയ്യണം എന്ന് എടുത്ത് പറയേണ്ടി വെച്ചു കൊടുക്കണം. സോ അഡ്രസ് ഓഫ് ദ റെസിപ്പിയൻ്റ് ഇസ് അവൈലബിൾ ആണെങ്കിൽ കമോൺ ഏതെടുക്കണം? ലൊക്കേഷൻ ഓഫ് റെസിപ്പിയൻ്റ് ഷാൽ ബി പ്ലേസ് ഓഫ് സപ്ലൈ അല്ലേ? അഡ്രസ് അവൈലബിൾ ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ലൊക്കേഷൻ ഓഫ് റെസിപ്പിയൻ്റ്. അങ്ങനെയാണെങ്കിൽ ജനറൽ ക്ലോസിന് എടുക്കാം. ഏതാ? 12 സബ്സെക്ഷൻ 2 ഇല്ലേ? അത് പ്രകാരം. സോ അങ്ങനെയാണെങ്കിൽ എവിടെയാണോ അഡ്രസ് അവൈലബിൾ ആ അഡ്രസ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ക്ലിയർ? അഡ്രസ് അവൈലബിൾ എങ്കിൽ ലൊക്കേഷൻ ഓഫ് സപ്ലൈറിന് വരും. ഇവിടെ അഡ്രസ് അവൈലബിൾ ആണ്. ഓക്കെ ഫൈൻ. അടുത്ത ടാക്സബിലിറ്റിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് കേസസ് ഇല്ലേ? ഓരോ കേസ് GST വരുന്നിടത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കൂ, സത്യ ഫിസിയോതെറാപ്പിസ്റ്റ്, രജിസ്റ്റേർഡ് പാരാമെഡിക്സ് അതോറിറ്റിയിലൊക്കെ ഇല്ലേ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. പ്രൊവൈഡ് സർവീസ് ഓഫ് ടു ദയാൽ, റിസ്റ്റോറിംഗ് മൊബിലിറ്റി, സ്പൈൻ ഇഞ്ചുറി ഒക്കെ ഇല്ലേ, സർജറി ഒക്കെ ആയിട്ട് 10,000 പെർ ഹോം വിസിറ്റ്. സോ ടെൽ മീ, ഈ ഫിസിയോതെറാപ്പി, ലാബ് ടെക്നീഷ്യൻ അങ്ങനത്തെ കേസൊക്കെ ഇറ്റ് വിൽ കം അണ്ടർ പാരാമെഡിക്സ്. അപ്പോൾ ആദ്യത്തെ പ്രൊവിഷൻ എന്താ? ഹെൽത്ത് കെയർ സർവീസസ് പ്രൊവൈഡഡ് ബൈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, authorized medical practitioner and paramedics are exempted as per notification number 12/17 per minute. So physiotherapy will come under which category? Paramedics. So you can claim exemption as per notification number 12/17. ഉറപ്പല്ലേ? അടുത്ത നോക്കൂ, പൗഷ്ടിക് ആഹാർ പ്രൊവൈഡ് സർവീസസ് ടു ശിശു രക്ഷക്, അംഗൻവാടി. ഈ അംഗൻവാടിയൊക്കെ ഓർത്ത് വയ്ക്കാം, പ്രീ സ്കൂൾ എന്നുള്ള കാറ്റഗറി വരും. സോ അതും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഈ പ്ലേ സ്കൂൾ, പ്രീ സ്കൂളൊക്കെ അംഗൻവാടിയൊക്കെ ഇല്ലേ? അപ്പോൾ അതിനും ഒരു സർക്കുലർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നമ്മുടെ എക്സംഷൻ ചാപ്റ്ററില്ലേ അതെടുത്തു കഴിഞ്ഞാൽ അംഗൻവാടിയുടെ കാര്യം പറയുന്നുണ്ട്. അവിടെ പ്രീ സ്കൂളായിട്ട് തന്നെ കണക്കാക്കും. അപ്പോൾ അവർക്കുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്തതും യു ക്യാൻ ക്ലെയിം എക്സംഷൻ. കാറ്ററിംഗ് സർവീസ് ഓഫ് ഫുഡില്ലേ, മിഡ് ഡേ മീൽ പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ എനിക്കിവിടെ അതും ഉണ്ടാവും അല്ലേ? മിഡ് ഡേ മീൽ പ്രോഗ്രാം ആണെങ്കിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻ അണ്ടർ GST. അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. പാസ്പോർട്ട് ഇഷ്യൂവൻസിൻ്റെ കേസൊക്കെ ആണെങ്കിൽ, പാസ്പോർട്ട് വിസ ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ആണെങ്കിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻ, നോട്ടിഫിക്കേഷൻ നമ്പർ 12/17. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡീൽസ് വിത്ത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു, പ്രീമിയം അടയ്ക്കുന്നു ആനുവലി. യെസ്. ഇതിൽ തന്നെ നോ ക്ലെയിം ബോണസ്. ഈ നോ ക്ലെയിം ബോണസിൻ്റെ കാര്യം 2 ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഒന്ന് സപ്ലൈ എന്നുള്ള ചാപ്റ്ററിൽ പറയുന്നുണ്ട്, വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ള ചാപ്റ്ററിൽ പറയുന്നുണ്ട്. നോ ക്ലെയിം ബോണസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം, എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, ക്ലെയിം ഒന്നും ചെയ്തില്ലെങ്കിൽ അടുത്ത ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഇല്ലേ 10,000 അടയ്ക്കാനുണ്ടെങ്കിൽ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് കിട്ടും. കാരണം നിങ്ങൾ ഫസ്റ്റ് ഇയർ ഇൻഷുറൻസ് കമ്പനീനെ എന്ത് ചെയ്തിട്ടില്ല, ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല, നോ ക്ലെയിം ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബോണസ് പോലെ കിട്ടുന്നതാണ് അടുത്ത വർഷത്തെ ഡിസ്കൗണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡിസ്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം വാല്യൂ ഓഫ് സപ്ലൈ. ഡിസ്കൗണ്ട്സ് സാധാരണ കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ഇൻവോയ്സ് ആസ് പെർ സെക്ഷൻ ഏതാ 15 സബ്സെക്ഷൻ 3 ക്ലോസ് A പ്രകാരം സ്പെസിഫിക്കലി മെൻഷൻ ഇൻ ഇൻവോയ്സ്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എഗ്രീഡ് അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ആണെങ്കിൽ യു ക്യാൻ ക്ലെയിം ഇറ്റ് ആസ് എ ഡിഡക്ഷൻ. ഓക്കെ അല്ലേ? സോ ദാറ്റ് വാസ് ആസ്ക്ഡ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഡിസ്കൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ ഫൈൻ. ഇനി ബാക്കി 2 ക്വസ്റ്റ്യൻസിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഞാൻ ലിങ്ക് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ സപ്ലൈയുമായി ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്. സോ ടെൽ മീ, സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഷെയർസ് ഡിബഞ്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ 75 ലക്ഷം ഇൻകം ഉണ്ടെങ്കിലും സെയിൽ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇസ് നോട്ട് എ സപ്ലൈ ബിക്കോസ് സെക്യൂരിറ്റീസ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ഡെഫിനിഷൻ ഓഫ് ഗുഡ്സ് ആസ് വെൽ ആസ് സർവീസ്. അപ്പോൾ ഗുഡ്സും അല്ല സർവീസും അല്ല. സോ യു നീഡ് നോട്ട് പേ GST ഓൺ ദാറ്റ് ആക്ടിവിറ്റി. ഇൻകം ടാക്സ് വരും, പക്ഷേ GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. സോ GSTയിൽ എക്സംപ്റ്റഡ് ഓർ നോട്ട് എ സപ്ലൈ ആണെങ്കിൽ സെക്ഷൻ 23 പ്രകാരം രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം സപ്ലൈ അല്ലല്ലോ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി. ക്ലിയർ? അപ്പോൾ സെക്ഷൻ 23 പ്രകാരം നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ഈവൻ ഇഫ് എ ടേൺ ഓർ എക്സീഡ്സ് ലിമിറ്റ്. ഓക്കെ അല്ലേ? അടുത്തത് KLJ ഫൗണ്ടേഷനിലെ രജിസ്റ്റേർഡ് ട്രസ്റ്റ് അണ്ടർ 12AB. ഓക്കെ, വേരിയസ് സർവീസസ് പ്രൊവൈഡ് ബൈ ചാരിറ്റബിൾ ട്രസ്റ്റിലെ
അപ്പോൾ ഇവിടെ ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റേർഡ് ആണ്, എൻഗേജ് ഇൻ സപ്ലൈ വേരിയസ് സർവീസ് ബൈ ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ 30 ലക്ഷം രൂപയില്ലേ ഫിനാൻഷ്യൽ ഇയർ എടുക്കണമെന്നാണ്. സോ ചാരിറ്റബിൾ ട്രസ്റ്റിന് എക്സംഷൻ കിട്ടും, പക്ഷേ ഇറ്റ് ഷുഡ് ബി ചാരിറ്റബിൾ ആക്ടിവിറ്റി. അപ്പോൾ നമ്മളിവിടെ ചാരിറ്റബിൾ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വാടക കൊടുക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ, ലിമിറ്റൊക്കെ മുകളിലാണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ടാക്സബിൾ. ജനറലി ചാരിറ്റബിൾ ആക്ടിവിറ്റി ആണെങ്കിൽ യു ക്യാൻ ക്ലെയിം എന്താ? എക്സംഷൻ. ഓക്കെ അല്ലേ? സോ അത് 23 പ്രകാരം രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ ഫൈൻ. സോ ദിസ് ആൻസേഴ്സ് ഇല്ലേ ആർ മെൻഷൻ ഹിയർ. സോ ഗോ ത്രൂ ദിസ് ആൻസേഴ്സ്. അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് വീഡിയോ ഇല്ലേ നിങ്ങൾക്കൊരു എന്തെങ്കിലും RTPയിൽ ചോദിച്ച മെയിൻ ക്വസ്റ്റ്യൻസിൻ്റെ ലിങ്കും റെഫറൻസ് ഒക്കെ ഇല്ലേ, ഏത് ചാപ്റ്ററിൽ നിന്ന് കണക്ട് ചെയ്യണമെന്നൊക്കെ ഇല്ലേ, അത് പറഞ്ഞു പോയതാണ്. ഓക്കെ, സോ താങ്ക് യു.